ഞാനൊരു കാര്യം പറഞ്ഞു ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ ഈ കണ്ണൊന്നും ഇല്ലോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മീനാക്ഷി. ഓരോ ദിവസം കഴിയുന്തോറും രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന അത്ര സുഖകരമായിട്ടുള്ള വാർത്തകളൊന്നുമല്ല. നമ്മളെ അത്രയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന ഓരോ വാർത്തകളാണ് നമ്മളെ തേടിയെത്തുന്നത്. അതേപോലെ ഒരു വാർത്തയായിരുന്നു താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന വിദ്യാർത്ഥിക്കുണ്ടായ സംഭവം. കുറെ കുട്ടികൾ ചേർന്ന് അതിനെ ആക്രമിക്കുകയും ഹോസ്പിറ്റലാകുകയും മരണവെപ്രാളത്തിൽ കിടക്കുകയും ഇന്നലെ 12:30 കൂടി ആ കുട്ടി നമ്മളെ വിട്ടുപോയി. വളരെയധികം വിഷമിക്കുന്ന ഒരു വാർത്തയായിരുന്നു നമ്മളെ തേടിയെത്തിയത്. ആ കുട്ടി ഇന്ന് ഈ ലോകത്തില്ലാത്തതിന് കാരണം ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് നിങ്ങൾ ആലോചിക്കണം. അവരുടെ പ്രായം 15ഉം 16ഉം വയസ്സ് മാത്രം. കളിച്ചും പഠിച്ചും നടക്കേണ്ട കാലത്ത്, പേന കയ്യിലെടുക്കേണ്ട കാലത്ത് അവന്മാരെടുക്കുന്നത് കത്തിയും നെഞ്ചക്കും പോലത്തെ സാധനങ്ങളാണ്. ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഈ പറയുന്ന കുട്ടികളാണോ ഇവന്മാര്? അല്ല, വിദ്യാർത്ഥികൾ എന്നൊന്നും ഇവന്മാരെ പറയാൻ പറ്റത്തില്ല. കാരണം ഇവന്മാരുടെ പ്രവർത്തികൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലല്ല. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇവന്മാരെ എല്ലാം ജുവനൈൽ ഹോമിലോട്ട് വിടും. 18 വയസ്സിന് താഴെയുള്ളവർ എന്ത് ശിക്ഷയിൽ ഏർപ്പെട്ടാലും, ഒരു കുറ്റകൃത്യം ചെയ്താലും, ഒരു കൊലപാതകം ചെയ്താൽ പോലും അവരെ കൊണ്ടെത്തിക്കുന്നത് ജുവനൈൽ ഹോമിലോട്ടായിരിക്കും. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നോക്കിയിട്ട് വേണം അവരെ ഈ ജുവനൈൽ ഹോമിലോട്ടാണോ വിടേണ്ടത്, ഇല്ലെങ്കിൽ അവർ ഇന്ന ശിക്ഷയാണോ വിധിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നത്. ഇവര് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഒരു വിദ്യാർത്ഥികൾ കാണിക്കുന്ന പ്രവർത്തികളാണ് ചെയ്തതെങ്കിൽ നമുക്ക് പറയാം. സ്വന്തം സുഹൃത്തിനെ ഈ രീതിയിൽ കൊലപ്പെടുത്താൻ പറ്റുന്ന ഇവന്മാരെല്ലാം സുഹൃത്തുക്കളാണോ, അല്ലെങ്കിൽ സൗഹൃദത്തിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണോ? എന്തിനാണ് ഇവന്മാർ ഈ കുട്ടിയോട് ഈ ഒരു കുറ്റകൃത്യം ചെയ്തതെന്നാണ്. ഒരു ട്യൂഷൻ സെന്ററിൽ ഉണ്ടായ കലഹത്തെ തുടർന്ന് ട്യൂഷൻ സെന്ററിൽ ഉണ്ടായ ചെറിയൊരു പ്രശ്നത്തിനെ വലുതാക്കി മാറ്റി ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി വളരെ വലിയൊരു കൊട്ടേഷൻ ടീമിനെ പോലൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. ഒരു ട്യൂഷൻ സെന്ററിൽ ഫെയർവെല്ല്, 10ാം ക്ലാസ്സിന്റെ ഫെയർവെല്ല് നടക്കുകയും പല സ്കൂളുകളാണ് ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുത്തു. ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിച്ചപ്പോൾ ഇടയ്ക്ക് വെച്ച് ഫോൺ എന്തോ ഹാങ് ആയി പാട്ട് നിർത്തിയതിനെ തുടർന്ന് മറ്റു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്നിച്ചു ചേർന്ന് കൂകി. ആ ഒരു കൂവലിനെ തുടർന്ന് അവിടെയുള്ള ടീച്ചേഴ്സ് ആയാലും കുട്ടികളുടെ ആ ഒരു കളിതമാശയായിട്ട് മാത്രം കണ്ട് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇവരിത് മനസ്സിൽ കൊണ്ടുവന്ന് വൈരാഗ്യത്തെ തുടർന്ന് ആ ട്യൂഷൻ സെന്ററിൽ ഇല്ലാത്ത കുട്ടികൾ ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കാരണം മറ്റൊരു സ്കൂൾ നമ്മുടെ സ്കൂളിനെ കളിയാക്കി എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ട് എത്തി. ഈ ഷഹബാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഈ ട്യൂഷൻ സെന്ററിലെ സ്റ്റുഡന്റ് അല്ല. അതാണ് ഏറ്റവും വലിയ ഇത്. ഇതിനുശേഷം ഈ പ്രശ്നത്തിന്, ഈ ഒരു ഫെയർവെല്ല് കഴിഞ്ഞ് അവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതിനെ തുടർന്ന് ടീച്ചേഴ്സ് ഇടപെട്ട്, ആ ട്യൂഷൻ സെന്ററിലെ ടീച്ചേഴ്സ് ഇടപെട്ട് കുട്ടികളെ മാറ്റുകയും കുറച്ചു കുട്ടികളെ അവരുടെ സ്വന്തം വാഹനത്തിൽ കൊണ്ടാക്കുകയൊക്കെയാണ് ചെയ്തത്. ഞായറാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വ്യാഴാഴ്ച ഇവന്മാരെല്ലാം കൂടി ഈ ട്യൂഷൻ സെന്ററിൽ തന്നെ, ഏകദേശം 10-40 കുട്ടികളെ എങ്ങാണ്ട് ഉണ്ടായെന്ന് തോന്നുന്നു, ഈ ട്യൂഷൻ സെന്ററിൽ വന്നിട്ട് ഷഹബാസും വന്നിരുന്നു. അവിടെ ഉണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് ഈ കുട്ടി ഗുരുതരമായ പരിക്കേറ്റ് ഹോസ്പിറ്റലാകുന്നത്. ആക്രമിച്ച കുറച്ചു കുട്ടികൾ ഈ ട്യൂഷൻ സെന്ററിലുള്ള തന്നെയാണ്. പക്ഷെ ഈ ആക്രമിക്കപ്പെട്ടവർ ആരും തന്നെ ഈ ട്യൂഷൻ സെന്ററിലുള്ളതല്ല. ഈ ഒരു പ്രശ്നത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇൻസ്റ്റ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ്, അതിലാണ് ഇവരുടെ ചർച്ച. കാരണം കൊലപാതകം ചെയ്യണം, ഇല്ലെങ്കിൽ അവനെ കൊല്ലണം എന്ന് അത്രയും ആഗ്രഹിച്ചു പോയതുപോലെ, അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് ഇവന്മാരുടെ കുറച്ച് ഇൻസ്റ്റാഗ്രാം വോയിസ് ക്ലിപ്പുകളൊക്കെ ഉണ്ട്. അതിൽ ഇവന്മാർ പറയുന്നുണ്ട്, കാരണം ഈ ഒരു കൊലപാതകം ചെയ്യാൻ ഇവന്മാര് മുൻകൂട്ടി നിശ്ചയിച്ചതാണ്, ആ കുട്ടിയെ കൊലപ്പെടുത്തണമെന്ന്. അതിനകത്ത് പല വിദ്യാർത്ഥികളും സംസാരിക്കുന്നുണ്ട്. ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവന്മാര് വിദ്യാർത്ഥികളാണോ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടികൾക്ക് ഇങ്ങനെ മാറാൻ കഴിയുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ പോക്കുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. മുതിർന്ന ആൾക്കാർ പറയും എന്ത് തിരിച്ചറിയുമെന്ന് പറ്റാത്ത പ്രായമാണ് അവർക്കെന്ന്. പക്ഷെ ഇവർ കാണിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തില് ഇത് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിന് ഇവരൊന്നും വെള്ളിയാഴ്ച വെച്ചത് 2 ദിവസം കേട്ട. അത് മാത്രമല്ല, കണ്ടോ എന്ത് അഹങ്കാരത്തോടാണ് ഇവന്മാർ സംസാരിക്കുന്നത്. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. ഒരു കുട്ടിയെ കൊല്ലുന്നത് അത്രയും ലാഘവത്തോടെ എടുത്ത് സംസാരിക്കുകയാണ്. കേസൊന്നും ആവത്തില്ലെന്ന്. ഇവന്മാരുടെയൊക്കെ ധൈര്യമേ, ആ ധൈര്യം നമ്മളൊന്ന് ആലോചിച്ച്. ഇത് വളരെയധികം ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. ഇവന്മാരെ കുട്ടികൾ എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ ജുവനൈൽ ഹോമിലിട്ട് അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നതിൽ ഒരു കാര്യമില്ല.
കാരണം ഇവന്മാർ ചെയ്യുന്നത് കുട്ടികളുടെ പ്രവർത്തികളൊന്നുമല്ല. അതുകൊണ്ട് ഈ കുട്ടി മരണപ്പെടാൻ കാരണമായ എല്ലാ അവന്മാരും പുറത്തു വരികയും വേണം. അവന്മാർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുകയും വേണം. എന്തിനാ അവരുടെ ജുവനൈൽ ഹോമിൽ കൊണ്ടിടുന്നത്? അത്തരം പ്രവർത്തികളാണ് ഇവന്മാർ ചെയ്യുന്നത്. ഈ ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടി പഠിക്കാനും നല്ലപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഷഹബാസിന്റെ ബന്ധു മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. നല്ല പഠിക്കും, നല്ല പെരുമാറ്റം, നല്ല സ്നേഹവും. പിന്നെ എന്തൊരു കാര്യത്തിലൊക്കെ ഇടപെട്ടിക്കാണെങ്കിൽ നല്ല ഉഷാറാണ്, നല്ല വൃത്തി ചെയ്യും. ഒരു കല്യാണമോ സൽക്കാരമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കും. നല്ല സ്വഭാവം, എല്ലാവർക്കും നല്ല താല്പര്യമുള്ള ഒരു പയ്യൻ. ഒരു സൽക്കാരോ ഒരു കല്യാണമോ ഒക്കെ വന്നാൽ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മൾ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് വിശ്വസിച്ച് ഇങ്ങനെ സ്കൂളിലേക്ക് അയക്കും? എന്ത് സേഫ്റ്റിയാണ് അവർക്ക് കൊടുക്കുന്നത്? സുഹൃത്തുക്കളെ പേടിച്ച് നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടണം? ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരിക്കലും വിശ്വസിക്കരുത്. അവന്മാരുടെ പ്രവർത്തികൾ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവന്മാർ പറയുന്ന ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ഇപ്പുറത്ത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറയും, എന്നിട്ട് അപ്പുറത്ത് നിന്ന് അവന്മാർ കാണിക്കുന്നത് ഇതിനെക്കാട്ടി വലുതായിരിക്കും. അതുകൊണ്ട് അവന്മാരെ ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഷഹബാസിന്റെ സുഹൃത്തുക്കൾ മാധ്യമങ്ങളോട് പറയുന്ന ഒരു വീഡിയോയുടെ കണ്ടു നോക്കാം. വളർന്ന കുട്ടികളാണ്. എന്താണ് അവനെങ്ങനെയായിരുന്നു? നല്ല കമ്പനിയായിരുന്നു, എല്ലാവരോട് കമ്പനിയായിരുന്നു. ഇവിടെ വന്നിട്ട് രണ്ടര വർഷമായിട്ടുള്ളൂ. ഇതിൻ്റെ മുമ്പ് അവിടെ വേറെ ഫ്ലാറ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കാർക്കും അങ്ങനെ പരിചയമില്ലായിരുന്നു. 2.5 കൊല്ലമായിട്ട് ഇവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ ഒക്കെ ബേക്ക് തന്നെ, എൻ്റെ പേര് തന്നെയായിരുന്നു അധികം ഉണ്ടാവൽ. ഞാൻ മുമ്പ് കേട്ടിലൊക്കെ പോകുമ്പോൾ എൻ്റെ പേര് ഉണ്ടാവലുണ്ടായിരുന്നു. അവൻ എപ്പോഴും കളിക്കാൻ പോവുകയാണെങ്കിലൊക്കെ എപ്പോഴും ഞങ്ങളെ പേര് തന്നെ. സുഹൃത്തുക്കൾക്കായാലും നാട്ടുകാർക്കായാലും ഷഹബാസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അവൻ അങ്ങനെ പ്രശ്നത്തിനൊന്നും പോകില്ലെന്നാണ് അവരെല്ലാം പറയുന്നത്. ഒരു കുട്ടിയെ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവന്മാര് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ ഒരു നെഞ്ചക്ക് പോലത്തെ ഇത്തരം ആയുധങ്ങളുമായിട്ടാണ് ഇവന്മാര് പോയത്. ഈ 15-16 വയസ്സുള്ള ഇവന്മാർക്ക് ഇത്തരം ആയുധങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതെല്ലാം വളരെ ലാഘവത്തോടാണ് ഇപ്പോഴും ഇവന്മാർ എടുക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഈ ഷഹബാസിനെ ആക്രമിച്ച ഒരു വിദ്യാർത്ഥി ഷഹബാസിന്റെ ഫോണിലേക്ക് അയച്ചൊരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിനകത്ത് ഇവൻ അവനെ ന്യായീകരിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയത്തില്ല ഇനി ഈ കുട്ടിയുടെ മരണവാർത്ത കേട്ടിട്ടാണോ ഇല്ലെങ്കിൽ അത് പേടിച്ചാണോ ഇവൻ ഇങ്ങനെ ചെയ്തതെന്ന്. അവനെ ന്യായീകരിച്ചുള്ള സംസാരമാണ് വോയിസ് ക്ലിപ്പിനകത്തുള്ളത്. ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണോ, അല്ലെങ്കിൽ കേസിൽ നിന്ന് ഊരാൻ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണോ എന്ന് അറിയില്ല. കാരണം അതെപ്പോഴാണ് അയച്ചതെന്നൊക്കെ ടൈമും എല്ലാം കറക്റ്റായിട്ട് അന്വേഷിക്കണം. നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് എന്തായാലും കേട്ടു നോക്കാം. ഷഹബാസ് എങ്ങനെ പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റെതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ? എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഹലോ ഷഹബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഒക്കെ ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാ. പിന്നെ ഒന്നേത്തെ പ്രശ്നം ഞങ്ങളാരും. ഈ ഒരു വോയിസ് ക്ലിപ്പ് പറയുന്നത് വേറൊന്നുമല്ല, അവനെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ്. അതായത് ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് വരണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പിലും തോന്നിയത്. ഈ കുട്ടിയെ ഈ ലോകത്തു നിന്ന് പറഞ്ഞു വിട്ട എല്ലാ എണ്ണവും ആരൊക്കെയാണോ അവന്മാരെല്ലാം പുറത്തു വരണം. തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. വിദ്യാർത്ഥി എന്നുള്ള ഒരു പരിഗണന ഇവന്മാർക്ക് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവന്മാർക്ക് കിട്ടേണ്ട ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ കിട്ടണം. അവന്മാരുടെ സംസാരത്തിലും ചാറ്റുകളിലും എല്ലാം നമുക്ക് കാണാം, ഭയം എന്ന് പറയുന്ന സാധനമില്ല. ഇപ്പം അധ്യാപകര് വിദ്യാർത്ഥികളെ തല്ലിയാൽ പ്രശ്നമല്ലേ, ഏറ്റവും കൂടുതൽ രക്ഷകർത്താക്കൾക്ക് തന്നെയാണ് വടിയെടുത്താൽ പ്രശ്നം. ആ ഒരു ചൂരൽ കഷായമൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അതിനെയൊന്നും ഇവന്മാർക്ക് പേടിയില്ല. അധ്യാപകരെ പേടിയില്ല, രക്ഷകർത്താക്കളെ പേടിയില്ല, മറ്റു ആൾക്കാരെ പേടിയില്ല. എങ്ങനെ ആൾക്കാരോട് ബഹുമാനിക്കണമെന്നറിയത്തില്ല. ആ ഒരു സമൂഹത്തിന്റെ ഇടയ്ക്കൂടാണ് നമ്മൾ പോകുന്നത്. രക്ഷകർത്താക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, ഇവന്മാരെയൊക്കെ ആദ്യം പഠിപ്പിക്കേണ്ടത് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ആയുധം പേനയാണെന്ന് എപ്പോഴും പറയും. പക്ഷെ ഇവന്മാരുടെയൊക്കെ ആയുധം കത്തി പോലുള്ള കാര്യങ്ങളാണ്.